ഇന്ന് പതിവിലും കുറച്ച് തിരക്കുകളൊക്കെ ഉള്ള ദിവസമായതിൻ്റെ പേരിൽ രാവിലെ നമ്മുടെ ഫാമിലെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പള്ളിയിൽ ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ കുറച്ച് ക്രൈഫിഷുകൾക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ കൊടുക്കാൻ അത് കാരണം പറ്റിയില്ല. വൈകിട്ട് ഒരു 5 മണിയോട് കൂടെയാണ് നമ്മൾ അത് എത്തിക്കാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ചാലക്കുടിയിലേക്കാണ് നമുക്ക് ഓർഡർ കിട്ടിയിരുന്നത്. ചാലക്കുടിയിൽ നമ്മുടെ ഫൊറോന പള്ളിയുടെ അടുത്ത് ബിജോ എന്ന് പറഞ്ഞൊരു ചേട്ടൻ പുതുതായിട്ട് ആരംഭിക്കുന്നൊരു ആരോൺ പെറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞൊരു അക്വേറിയം ഷോപ്പാണ്. അപ്പോൾ അതിലേക്കാണ് നമുക്ക് ഓർഡർ കിട്ടിയിരുന്നത്. അപ്പോൾ അതൊക്കെ ഏകദേശം ഒരുവിധം പാക്കിങ്ങൊക്കെ കഴിഞ്ഞു. 5 മണിയോട് കൂടി ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു പരിപാടിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാളയിലെ ഒരു കടയിലേക്ക് തീറ്റ സപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും ഇത് കഴിഞ്ഞിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. പാക്കിങ് കഴിഞ്ഞ് താഴെ എത്തിയപ്പോൾ നമ്മുടെ പതിവ് പോലെ നമ്മുടെ നിയോ കൊച്ചിൻ്റെ ചെക്കിംഗ് ആണ് അവസാനത്തെ ഫൈനൽ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ആണ് നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെന്നും പതിവുള്ളൊരു കാഴ്ചയാണ്. മുകളിൽ ഞാൻ പാക്ക് ചെയ്തതിന് ശേഷം താഴെ വന്ന് നിയോ കൊച്ചിന് എല്ലാം കാണിച്ചു കൊടുക്കുന്ന ഒരു രീതി ഇവിടെ പതിവുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം നിയോ കൊച്ചിൻ്റെ കൂടെ പൊന്നപ്പനല്ല, നമ്മുടെ ഉണ്ടപ്പൻ പൂച്ചയാണ് കൂടെ ഉള്ളത്. അപ്പോൾ അവർ രണ്ടാളും കൂടിയും ഫൈനൽ ചെക്കിങ് നടത്തുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടപ്പൻ പൂച്ച പൊട്ടിച്ച് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വേഗം പറക്കി കവറിലിടണേ. പിന്നെ നമ്മുടെ സമയവും ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ കൊണ്ടുകൊടുത്ത് മാളയിൽ ഫീഡും കൊണ്ടു കൊടുത്തിട്ട് വേണം നമുക്ക് തിരിച്ച് പള്ളിയിൽ വരാനായിട്ട്. അപ്പോൾ ആ ഒരു തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നിനും മാറ്റി. പിന്നെ ആ കവറുകളുടെ എണ്ണം കൂടുന്ന കാരണം പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയും അവിടെ നിന്ന് എടുത്ത് അടുത്ത കവറിലേക്കൊക്കെ മാറ്റുന്നത്. ഒരേ കളർ തരംതിരിച്ചൊക്കെ വെക്കാനായിട്ട് തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയി. അതുകൊണ്ടാണ് തിരിച്ച് റിട്ടേൺ എടുത്തതിന് ശേഷം പിന്നെയും നമ്മൾ കവറുകളിലേക്ക് ആക്കുന്ന ആ ഒരു കാഴ്ച കാണുന്നത്. അപ്പോൾ നിയോ കൊച്ചും വളരെ തകൃതിയായിട്ട് ക്രൈഫിഷുകളെ എല്ലാം എണ്ണി തിട്ടപ്പെടുത്തലും ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഉണ്ടപ്പൻ പൂച്ചയും കൂടെ തന്നെയുണ്ട്. അതിനെ നഖം കൊണ്ട് പൊട്ടാഞ്ഞതൊക്കെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞു പതിവ് പോലെ സഞ്ചിയിലാക്കി കൊണ്ടുപോകുന്ന കാഴ്ചയെ കാണുന്നത്. തീറ്റകളാണ് കാണുന്നത്. സാമ്പിൾ കൊടുക്കാനുള്ള തീറ്റയായിരുന്നു. പിന്നെ അവർക്ക് ഫോക്സ് ടെയിൽ കുറച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഓടുന്ന കാഴ്ചയെ കാണുന്നത്. ടാങ്കൊക്കെ ആകെ ഫോക്സ് ടെയിൽ വളർത്തുന്ന ടാങ്കാണ്, നമ്മുടെ ഏഞ്ചലിൻ്റെ ടാങ്കാണത്. അപ്പോൾ നമ്മൾ ഫോക്സ് ടെയിൽ കുറച്ച് കവറിലാക്കി എടുത്ത് ആ ടാങ്ക് ആകെ കോലം കെട്ട് കിടക്കുകയാണ്. കാരണം അവിടെ പണി നടക്കണതിൻ്റെ പേരിൽ എല്ലാ ചപ്പു ചവറുകളൊക്കെ അതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ടെങ്കിലും അതിൽ അത്യാവശ്യം ഫോക്സ് ടെയിൽ ഉണ്ട്. നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മുടെ ക്രൈഫിഷുകളെ ബിജോ ചേട്ടൻ അത് ടാങ്കിലേക്ക് മാറ്റിയ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ക്രൈഫിഷുകളെല്ലാം തന്നെ അത്യാവശ്യം ആക്റ്റീവാണ്. ടാങ്കുകളിലേക്ക് മാറ്റിയിട്ട് കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളതിനെല്ലാം ബിജോ ചേട്ടൻ ഇനി സ്റ്റെപ്പായിട്ട് ഓരോ ടാങ്കുകളിലേക്ക് മാറ്റാനുള്ള പരിപാടിയിലാണ്. അറേഞ്ച്മെൻറ്റ്സൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഈ ദിവസങ്ങളിലാണ് അതിൻ്റെ ഇനോഗ്രേഷൻ വരുന്നത്. അപ്പോൾ ബിജോ ചേട്ടൻ ഏകദേശം ഒരു 3-4 വർഷത്തിൽ മേലെ ഈ മേഖലയിൽ ഉള്ള ഒരാളാണ്. ഇപ്പോൾ ചാലക്കുടിയിൽ തന്നെ വേറൊരു സ്ഥലത്തായിരുന്നു ആളുടെ ഷോപ്പ് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ചാലക്കുടി ഫൊറോന പള്ളിയുടെ അടുത്തേക്ക് മെയിൻ ജംഗ്ഷനിലേക്ക് തന്നെയാണ് ഈ കട വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലൊക്കെയാണ് ഈ കാണുന്നത്. ആളുടെ അത്യാവശ്യം ഒരുവിധം എല്ലാ മീനുകളുടെയും സ്റ്റോക്ക് ഉണ്ട്. ഈ ദിവസങ്ങളിൽ കൂടുതൽ ഐറ്റംസ് വരുമെന്നും ബിജോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാലക്കുടി ഭാഗത്തു കൂടിയൊക്കെ പാസ് ചെയ്ത് പോകുന്നവർ ചാലക്കുടി ഫൊറോന പള്ളിയുടെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഒന്ന് കയറി കണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലാ അക്വേറിയം എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ബിജോ ചേട്ടൻ അതിൻ്റെ ഉദ്ഘാടന ചർച്ചകളിലൊക്കെ കാര്യമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പുള്ളിയുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത്, ആരോൺ അക്വേറിയം. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളോ അക്വേറിയം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.